ഹോസ്റ്റലിലോ? ഇവിടെ വരുമ്പോ നിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. ഇനിയിപ്പോ ഹോസ്റ്റലിലേക്കൊന്നും വരാൻ സമയമില്ല. അത് മാത്രമല്ല, ഞാൻ അവിടെ വന്ന നിങ്ങക്ക് പ്രശ്നമാവും. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ആരും എന്തായാലും ഹോസ്റ്റലിൽ വരും. പിന്നെ അവനെ കണ്ടിട്ട് അങ്ങ് പോവാലോ. അതുമാത്രല്ല, ഞങ്ങളുടെ വാർഡ് റീനാമ്മയുടെ സംശയം കൂടി മാറ്റാനുണ്ട്. ഞങ്ങൾക്ക് ആരുടെ ഒരു ഫ്രണ്ട് ഉണ്ടോന്ന് റീനാമ്മയ്ക്കും സംശയമുണ്ട്. എനിക്ക് നല്ല തിരക്കുണ്ട്. മംഗലാപുരത്ത് നാളെ എത്തേണ്ടതാ. ഇനി വരുമ്പോ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റലിൽ വരാം. അത് പറ്റില്ല. ഇവിടെ വരെ നീ വന്ന സ്ഥിതിക്ക് ഹോസ്റ്റലിൽ വരെ വന്നിട്ട് നീ പോയാ മതി. ഹോസ്റ്റൽ അധികം ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്താ. ജസ്റ്റ് ഒന്ന് കേറിട്ട് പോ. ഒന്ന് കേറിട്ട് പോ. ഇവിടെ വരെ വന്നിട്ട് ഹോസ്റ്റലിൽ വരാതെ പോയാ അത് ഞങ്ങൾക്ക് വിഷമം. ആരതി, നീ ഇപ്പൊ ഹോസ്റ്റലിലേക്ക് വന്ന പല കാര്യങ്ങളും നടക്കും. ഞങ്ങളുടെ ഹോസ്റ്റലും താമസമൊക്കെ അറിയാം. പിന്നെ ആരവനെ കണ്ട് യാത്ര പറയാം. റീന മാമിന്റെ സംശയവും മാറ്റാം, അല്ലേ? അല്ല, അത് പിന്നെ ഇനി നീ ഒന്നും പറയണ്ട. വാ, വന്ന് വണ്ടി കയറ്. വാ വാ വാന്നേ. വലിയ ഷോ കാണിക്കാതെ ഒന്ന് വണ്ടി കയറടി. ഭാരതി വന്ന് വണ്ടി കയറ്. വാ, വാടി നടക്ക. അല്ല, ഞാൻ ഹോസ്റ്റലിലേക്ക് വന്ന പ്രശ്നമാവോ? ഒരു പ്രശ്നവുമില്ല. ആരതി, നിനക്ക് ഡ്രൈവിംഗ് അറിയാവോ? അറിയാം. എന്റെ വണ്ടി ഒരു കൈ നോക്കുന്നോ? മന്ദു, എന്നെ തല്ലല്ലേ. മന്ദു, പിടിവിടടി. എടി, എനിക്ക് കല്ലിന്റെ അസുഖമുള്ളതാ. പിടിവിടടി. അയലത്തുള്ളവരെ കണ്ട നാണക്കേടാവും. നിങ്ങളുടെ തുണി കച്ചടം മോഹിച്ച് കൂടെ വന്ന എന്റെ ജീവിതം കൊളായി. ഇപ്പൊ തുണിയില്ല, മണിയില്ല. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? എന്റെ ഈശോയെ, ഉള്ള പടി പോയി മോഹിച്ച തൊട്ട് കിട്ടിയതുമില്ല. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? മന്ദു, തന്നെ ഇനി ഞാനെങ്ങനെ പഴയ ജോലിക്ക് പോവാം? ആ ജോലി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. മന്ദു, നമുക്ക് രണ്ടുപേർക്കും കൂടി ആക്രി ഉറക്കാൻ ഇറങ്ങിയാലോ? ഈ സമയത്ത് ഞാനിങ്ങനെ പ്രതികരിക്കുന്ന എനിക്കെന്നെ അറിയില്ല. എന്റെ ഈശോയെ, കക്ഷത്തിലിരുന്നതും പോയി ഉത്തരത്തിൽ എത്തിപ്പിടിച്ചത് കിട്ടിയതുമില്ല. റീനാമ്മ തരുവാനിട്ട് ഇറങ്ങി ചെന്ന് ഹോസ്റ്റലില് ഇനി ജോലി ചോദിച്ച എങ്ങനെ ചെല്ലും? അതിന് നല്ലത് ആത്മഹത്യയുള്ളതാ. അയ്യോ, അത് വേണ്ട. നീ ആത്മഹത്യ ചെയ്തെന്ന് എന്റെ ജാതകത്തിലുണ്ട്. എന്നാലേ കെട്ടുതാലി കെട്ടിയവന്റെ മണ്ടടിച്ച് പിടിക്കുന്ന എന്റെ ജാതകത്തിലുണ്ട്. എന്റെ കർത്താവേ, ഇനി അവിടെ ചെന്ന് അമ്പിളിയുടെ മുഖത്ത് എങ്ങനെ നോക്കൂ? എല്ലാം പോയി, മാനവും പോയി, മോഹവും പോയി, എല്ലാം പോയി. മന്ദു, നീ വിഷമിക്കാതെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? ഇനി വ്യാജ ലോട്ടറി എടുത്ത് കാശ് കളഞ്ഞോണ്ടല്ലോ, ഒന്നും ഞാൻ കൊല്ലും. അയ്യോ, എന്റെ കർത്താവേ, എല്ലാം പോയല്ലോ എന്റെ കർത്താവേ. എടി, നിഞ്ച തടിക്കാടി. ഇതാണോ നിങ്ങളുടെ ഹോസ്റ്റല്? ഇതാണ് ഞങ്ങളുടെ ഡ്രാക്കുള കോട്ട. നീ നേരെ വിട്ട. ഡ്രാക്കുള കോട്ടയോ? ഇവിടെ പ്രേതമുണ്ടോ? നിനക്കെല്ലാം ഞങ്ങൾ പറഞ്ഞു തരാം.
നല്ല ആളെയാണല്ലോ നീ പേടിപ്പിച്ചത്. അവളാരാ? ഉം. അവളാണ് അലീന, ഈ ഹോസ്റ്റലിലെ നമ്മുടെ പ്രധാന എതിരാളി. പിടി, നീ മനഃപൂർവ്വം എന്നെ വണ്ടി അടിക്കാൻ നോക്കിയതാണല്ലേ? ഒന്ന് പോടി അവിടുന്ന്. പിന്നെ നിന്നെ പേടിപ്പിക്കാൻ പറ്റിയൊരു സാധനം. നീ ഏതാടി? ഇവളുമാരെ എന്നെ കൊല്ലിക്കാൻ വാടകയ്ക്കെടുത്ത കൊലയാളിയാണോ? കൈയെടുക്കടി. എടുത്തില്ലെങ്കിൽ നീ ഫോൺ നോക്കി പരിസരം നഷ്ടപ്പെട്ട് നടന്നതിന് ഞാനാണോ കുറ്റക്കാരി? ഇവൾ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നല്ലോ, പിന്നെന്തിനാ നിങ്ങൾ ഇവളെ എവിടെ കൊണ്ടുവന്നത്? ഇവളെ നിനക്ക് പരിചയമില്ലെങ്കിലേ പരിചയപ്പെടുത്തി തരാം. ഇവളാരതി ഞങ്ങളുടെ ഗസ്റ്റാ. ചിലപ്പോ കുറച്ചു ദിവസം ഇവളിവിടെ താമസിച്ചൊന്നും ഇരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഇതെന്താ ഹോട്ടലാ? ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. നീയൊക്കെ മാം അറിയാതെ ഇവളെ ഇതിനകത്ത് കയറ്റി താമസിപ്പിക്കാനുള്ള പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല. ഇതൊക്കെ എന്താ? മാമിന് അനുവാദം വാങ്ങിയിട്ടേ ഇവളെ ഞങ്ങൾ ഇവിടെ കേറ്റു. എന്നാ പിന്നെ അതുവരെ ഇവള് ഗേറ്റിന് പുറത്ത് നിൽക്കട്ടെ. പുറത്ത് പോടി. ഞാൻ പുറത്ത് നിൽക്കണോ? നീ ഇവള് പറയുന്നൊന്നും കേക്കണ്ട, ഞങ്ങള് പറയുന്ന കേട്ടാ മതി. പുറത്ത് പോയി നിക്കടി, അല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ച് പുറത്താക്കും. ദേ, നിനക്കതിനുള്ള ധൈര്യം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ദേഹത്ത് തൊട്ടു നോക്ക്. അപ്പൊ കാണാം. എന്ത് ചെയ്യും? ആ? മതി, നിർത്ത്. എന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ വഴക്കാവണ്ട. ഇതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത്. ഞാൻ തിരിച്ചു പൊക്കോളാം. നിന്നെ ഞങ്ങൾ വിട്ടിട്ട് വേണ്ട നീ പോവാൻ. എന്നാ പോയി ഗേറ്റിന് പുറത്ത് നിക്കടി. എന്തുവാടി? ഞങ്ങളുടെ ഫ്രണ്ടിനെ ഗേറ്റിന് പുറത്ത് നിർത്താൻ നീ ആരാടി? ആരതി, നീ വന്നേ. നിക്കടി അവിടെ. ഇതൊന്നും ഇവിടെ നടക്കില്ല. ഇതാരാ പുതിയ ആള്? അല്ല, ഇവിടെന്താ ബഹളം കേട്ടത്? ഈ കുട്ടി ഏതാ? ആ, ഇത് ഞങ്ങളുടെ ഫ്രണ്ടാ. ഇവരെ മാം അറിയാതെ താമസിപ്പിക്കാൻ കൊണ്ടുവന്നത്. ഒന്ന് പോടി. നീ നോള പറയല്ലേ. നീ പോടി. ഇവിടെ മാഡത്തിന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ ഫ്രണ്ടിനെ അകത്ത് കയറ്റാനാവില്ല. ഞാൻ പോയി മാഡത്തിനടുത്ത് ചോദിക്കട്ടെ. നീ എന്തിനാ ഇവിടെ താമസിക്കാൻ വന്നത്? ഈ പഠിക്കാൻ വന്നതാണോ അത് വർക്ക് ചെയ്യാണോ? എവിടാടി നിന്റെ നാട്? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ?